ഇ.ഡി. ആക്രമിച്ച കേസിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഗീനാകുമാരി തെറിച്ചു. പകരം സന്തോഷ് കുമാർ പുതിയ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറാകും. ഈ വിവരം മാധ്യമങ്ങളെ അറിയിച്ചത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തന്നെയാണ്. ഇ.ഡി. ആക്രമണ കേസ് പോലെ ഇത്രയും പ്രമാദമായൊരു കേസിൽ സർക്കാരിന്റെ ഭാഗത്ത്, സ്റ്റേറ്റിന്റെ ഭാഗത്ത് നിൽക്കേണ്ട പ്രോസിക്യൂട്ടർ പ്രതിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് പ്രതിക്ക് ജാമ്യം കിട്ടുന്നതിൽ നിലപാടെടുത്തു. പ്രതിയെ കസ്റ്റഡിയിൽ വേണ്ട എന്ന നിലപാടാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ സ്വീകരിച്ചത്. അത് തികഞ്ഞ അനീതിയാണ്. ആ രീതിയിലല്ല ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ ഇത്തരം വിവാദമായ പ്രമാദമായ കേസുകളിൽ പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ട് അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കും എന്ന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു. മണിക്കൂറുകൾക്കകം തന്നെ ഈ ഗീനാകുമാരിയെ മാറ്റി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി സന്തോഷ് കുമാറിനെ നിയമിച്ചതായുള്ള വാർത്തയും വന്നു. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ് വേണ്ടത്. അത്തരത്തിൽ നടപടി സ്വീകരിക്കേണ്ടത് തന്നെയാണ്. പെട്ടെന്ന് തന്നെ നടപടി സ്വീകരിച്ചു. രമേശ് ചെന്നിത്തലയുടെ മുണ്ട് മാറ്റിക്കഴിഞ്ഞാൽ കാവി കളസം കാണും എന്നൊക്കെ പറഞ്ഞ് ഈ വാർത്തയ്ക്ക് കമന്റുണ്ട്. ഇ.ഡിയുടെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒക്കെ തന്നെ ഭാഗമായിട്ടാണ് രമേശ് ചെന്നിത്തല പ്രവർത്തിക്കുന്നത്. പക്ഷേ നിയമവിധേയമായി തന്നെയാണ് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി പ്രവർത്തിച്ചത് എന്ന് തന്നെയാണ് പൊതു അഭിപ്രായം. ഇ.ഡി. ആക്രമണ കേസിൽ പ്രതിക്കായി അനുകൂല നിലപാട് എടുത്ത പ്രോസിക്യൂട്ടർക്കെതിരെ അസാധാരണ നടപടിയാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. പ്രോസിക്യൂട്ടർ ഗീനാകുമാരിക്കെതിരെയാണ് സർക്കാർ നീക്കം. ജാമ്യത്തിന് എതിരെയുള്ള അപ്പീലിൽ എതിർകക്ഷിയാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതൊരു സാധാരണ നടപടി തന്നെയാണ്. നാളെ ഹൈക്കോടതിയിലാണ് അപ്പീൽ നൽകുന്നത്. 9ാം പ്രതി ഹരീഷ് കുമാറിനെ കസ്റ്റഡിയിൽ വേണ്ട എന്നാണ് ഗീനാകുമാരി കോടതിയിൽ വാദിച്ചത്. സ്റ്റേറ്റിന്റെ ഭാഗമായുള്ള പബ്ലിക് പ്രോസിക്യൂട്ടർ ഇത്തരത്തിൽ വാദിക്കുന്നത് കേട്ട് സത്യം പറഞ്ഞാൽ നിയമവൃത്തങ്ങളൊക്കെ തന്നെ അത്ഭുതം കൂറി. ജാമ്യത്തിന് എതിരെയുള്ള പോലീസ് റിപ്പോർട്ടിന് വിരുദ്ധമായിട്ടാണ് ഇവർ ഇങ്ങനെ വാദിച്ചത്. ഒരു പ്രോസിക്യൂട്ടർക്കെതിരെ സർക്കാർ കോടതിയിൽ എത്തുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സംഭവമാണ്. ഇ.ഡി. കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ചു കഴിഞ്ഞു. സന്തോഷ് കുമാർ എന്ന വ്യക്തിയാണ് പ്രോസിക്യൂട്ടർ. ഗീനാകുമാരിയെ ഉടൻ നീക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേരത്തെ പ്രതികരിച്ചിരുന്നു. മണിക്കൂറുകൾക്കകം അവരെ നീക്കുകയും ചെയ്തു. പ്രതികളെ രക്ഷിക്കാൻ കൂട്ടുന്ന പ്രോസിക്യൂട്ടറെ മാറ്റുക തന്നെ വേണം എന്നാണ് പൊതു അഭിപ്രായവും. ഇ.ഡി. ആക്രമിച്ച കേസ് വളരെ ഗൗരവമുള്ളതാണ് എന്ന കാര്യവും രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. അതിപ്പോൾ സംസ്ഥാനത്തിന്റെ ആഭ്യന്തരമന്ത്രി, അതിപ്പോൾ ഇ.ഡി. ഏത് ഏജൻസിയാണ്, കേന്ദ്ര സർക്കാരിൻ്റെയാണോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെയാണോ, ഏത് ഏജൻസി ആയാലും അത്തരത്തിലുള്ള ഏജൻസികളെ ക്രൂരമായി ആക്രമിച്ച CPM ഗുണ്ടകളെ അവർക്ക് ജാമ്യം കിട്ടുന്നതിനായിട്ട് അല്ലെങ്കിൽ അവരെ രക്ഷിക്കുന്നതിനായിട്ട് നിയമപരമായ പരിരക്ഷ അവർക്ക് നൽകുന്നതിനായിട്ടാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ ശ്രമിച്ചത് എന്നുള്ളത് അതീവ ഗുരുതരമായ വിഷയം തന്നെയാണ്. അവരെ കേസിലെ എതിർകക്ഷിയാക്കുന്നതോടുകൂടി ഈ കേസിൻ്റെ ആ ഒരവസ്ഥ തന്നെ മാറുകയാണ്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് സന്തോഷ് കുമാർ വരുന്നു. ഗീനാകുമാരിയെ എതിർകക്ഷിയാക്കുന്നതോടുകൂടി അവരുടെ പ്രോസിക്യൂട്ടർ സ്ഥാനം തെറിക്കുക മാത്രമല്ല, അവരുടെ കരിയറിൽ വലിയൊരു മാറ്റമുണ്ടാകുന്നു, അല്ലെങ്കിൽ വലിയൊരു ബ്ലാക്ക് മാർക്ക് വീഴുന്നു എന്ന കാര്യം കൂടിയുണ്ട്. ഇനി അങ്ങോട്ട് ഏത് ഒരു മേഖലയിൽ സർക്കാർ സംവിധാനത്തിൽ പ്രവർത്തിക്കാനും അവർക്ക് സാധിക്കില്ല, അല്ലെങ്കിൽ അവരെ ആരും അംഗീകരിക്കില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അവരുടെ നിയമത്തിൽ പ്രവർത്തിക്കുന്ന ആ ഒരു കരിയറിന് തന്നെ ഒരു ബ്ലാക്ക് മാർക്കായിട്ട്, ഒരു കറുത്ത പൊട്ടായിട്ട് ഈ ഒരു നീക്കം, അവർ നടത്തിയ ഒരു നീക്കം അവശേഷിക്കും എന്നതിൽ തർക്കമില്ല. ഇത്തരത്തിലല്ല പബ്ലിക് പ്രോസിക്യൂട്ടർമാർ പ്രവർത്തിക്കേണ്ടത്. അസാധാരണ നടപടിയുമായിട്ട് അതിവേഗം സർക്കാർ മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു സവിശേഷത. ഈ ഇ.ഡി. ആക്രമിച്ച കേസിൽ തീർച്ചയായിട്ടും ഇവർക്ക് ജാമ്യം കിട്ടേണ്ടതല്ല, നിയമപരമായി കിട്ടേണ്ടതല്ല. പക്ഷേ കസ്റ്റഡിയിൽ വേണ്ട എന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ തന്നെ, സ്റ്റേറ്റിന് വേണ്ടി വാദിക്കുന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ തന്നെ വാദിക്കുമ്പോൾ അത് വല്ലാത്തൊരു വിരോധാഭാസമായി തന്നെ മാറുകയാണ്, നിയമപരമായും അല്ലാതെ.